നമസ്കാരം. ഫെബ്രുവരി 4-നായിരുന്നു ലോക ക്യാൻസർ ദിനം. രോഗം ബാധിച്ചവരെ മാത്രമല്ല അവരുടെ കുടുംബത്തെയും ഏറെ ക്ലേശകരമായി വേദനിപ്പിക്കുന്ന രോഗമാണ് ക്യാൻസർ. ക്യാൻസർ രോഗത്തോട് പൊരുതി ഈ ലോകത്തോട് വിട പറഞ്ഞവരും ക്യാൻസറിനെ പൊരുതി തോൽപ്പിച്ചവരുമായ നിരവധി പേർ നമ്മുടെ ചുറ്റുമുണ്ട്. നിരവധി താരങ്ങൾക്കും ക്യാൻസർ പിടിപെട്ടിട്ടുണ്ട്. മഞ്ജു വാര്യരുടെ അച്ഛനും ക്യാൻസർ ആയിരുന്നു. ഇവരുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ ജീവൻ നേരത്തെ പൊലിഞ്ഞുവെങ്കിലും മലയാളത്തിലെ പ്രഗത്ഭരായ പല നടീനടന്മാരും ക്യാൻസറിനെ മനക്കെട്ടിയോടെ കീഴ്പ്പെടുത്തിയവരാണ്. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിനായിരുന്നു ആരോഗ്യം ആനന്ദം. ക്യാമ്പയിന്റെ ഗുഡ് വിൽ അംബാസിഡർ മഞ്ജു വാര്യരായിരുന്നു. ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിലൂടെ ജീവിതം തിരികെ പിടിച്ച തന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് മഞ്ജു നടത്തിയ പ്രസംഗം വൈറലായിരുന്നു. വീണ മാമുമായി തനിക്ക് വർഷങ്ങളായുള്ള ബന്ധമെന്നും മഞ്ജു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പങ്കിട്ട ഒരു കുറിപ്പും അതിന് മഞ്ജു നൽകിയ നന്ദിയുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. വീണ ജോർജിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആരോഗ്യം ആനന്ദം, അകറ്റാം അർബുദം. ക്യാൻസറിനെതിരെയുള്ള ജനകീയ ക്യാമ്പയിന്റെ ഉദ്ഘാടന വേദി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനവും എന്റെ അധ്യക്ഷ പ്രസംഗവും, ഗുഡ് വിൽ അംബാസിഡർ പ്രിയപ്പെട്ട മഞ്ജു വാര്യരുടെ പ്രസംഗവും, പ്രശസ്ത ക്യാൻസർ വിദഗ്ധർ ഡോക്ടർ MB പിള്ള സാറിന്റെ പ്രസംഗവും കഴിഞ്ഞ് ആശംസാ പ്രസംഗങ്ങൾ നടക്കുകയാണ്. ടാഗോർ തിയേറ്ററിലെ ബാൽക്കണിയുള്ള വലിയ ഓഡിറ്റോറിയം. പുറകിൽ നിന്നും 10 നിര മുന്നിലാണ് അവർ ഇരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. മഞ്ജു എന്റെ അടുത്ത് പറഞ്ഞു, അവർക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, അതിനെന്താ, തീർച്ചയായും എടുക്കാം. അവരെ വിളിക്കട്ടെ? അതിന് കഴിയുമോ, ബുദ്ധിമുട്ടാകുമോ എന്ന് മഞ്ജു. ഞാൻ പറഞ്ഞു, ഇല്ലില്ല. അവരെ കൈയുയർത്തി വിളിച്ചു. അവർ സ്റ്റേജിന്റെ മുൻഭാഗത്തേക്ക് ഇറങ്ങി വന്നു. അവരെ സ്റ്റേജിലേക്ക് കടത്തിവിടാൻ ഞാൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞു. അവർ സന്തോഷത്തോടെ കയറി വന്നു. ഏറെ സന്തോഷത്തോടെ സ്നേഹാർദ്രതയോടെ മഞ്ജു അവരോട് സംസാരിച്ചു. സിനിമാ ചിത്രീകരണ വേളയിൽ പരിചയപ്പെട്ട ഒരു ചേച്ചിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ചിത്രീകരണ സമയത്തെ പരിചയം വർഷങ്ങൾ കഴിഞ്ഞിട്ടും മഞ്ജു സ്നേഹത്തോടെ കാത്തു സൂക്ഷിക്കുന്നു. ചിരപരിചിതരെ പോലെ സന്തോഷം പങ്കിടുന്നു. സെലിബ്രിറ്റിയുടെ ഭാവമോ പരിവേഷമോ ഒരിക്കൽ പോലും ഇല്ലാത്ത പ്രതിഭാധനയായ അഭിനേത്രി. കൗതുകത്തോടെ ഓർത്തു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മഞ്ജു കേരളം മഞ്ജുവിനെ ഇത്ര സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത്. എന്റെ അച്ഛനും അമ്മയും ക്യാൻസർ രോഗികളായിരുന്നു. അവർ അത് വന്നതുകൊണ്ട് കരഞ്ഞു തളർന്നില്ല. അവർ അതിനെ ചികിത്സിച്ചു ഭേദമാക്കിയവരാണ്. അച്ഛന് പലവട്ടം ക്യാൻസറിനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ഇനി ജീവിതമൊന്നും ഇല്ലെന്ന് കരുതി ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ എന്റെ മുൻപിലുള്ളത് എന്റെ അമ്മയാണ്. ബ്രസ്റ്റ് ക്യാൻസർ വന്നതിനെ ധൈര്യത്തോടെ ഒരു ചിരിയോടെ ചേർത്ത് തോൽപ്പിച്ചു പഴയതിലും ഭംഗിയായി, സുന്ദരിയായി, പഴയതിലും ആക്റ്റീവായി ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന എന്റെ അമ്മ എന്റെ വീട്ടിലുണ്ട് എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം മഞ്ജു അച്ഛന്റെയും അമ്മയുടെയും രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞത്.